രണ്ടാമത് അധികാരത്തിലെത്തിയ ട്രംപ് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു. ഇന്ത്യയല്ല പാകിസ്ഥാനാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ട പങ്കാളികൾ എന്ന തരത്തിലാണ് ട്രംപിന്റെ മുമ്പോട്ടുള്ള പോക്ക്. വളരെ വിചിത്രമാണ് ട്രംപിന്റെ നിലപാട്. ഇന്ത്യയെ തള്ളിക്കൊണ്ട് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ രംഗത്ത് വരുന്നു. ആദ്യം ഇന്ത്യയെ പരിഹസിച്ചത് അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യൻ പൗരന്മാരെ കൈയും കാലും കെട്ടി യുദ്ധവിമാനത്തിൽ കയറ്റി അയച്ചപ്പോഴാണ്. ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കും എന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ഇന്ത്യ. എന്നിട്ടും ലോകത്തിന് മുൻപിൽ ഇന്ത്യ നാണം കെടുത്താൻ കൈയും കാലും ബന്ധിച്ച് യുദ്ധവിമാനത്തിൽ കയറ്റിവിട്ടത് ഇന്ത്യക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതായിരുന്നില്ല. അപ്പോഴും ഇന്ത്യ അത് ക്ഷമിച്ചു, സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്തു. ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും പൊടുന്നനെ അമേരിക്ക താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയും ഒഴിവാക്കിയില്ല. ഇന്ത്യക്കും തിരിച്ചടി നൽകുന്ന തരത്തിൽ തന്നെയായിരുന്നു ട്രംപിന്റെ നീക്കം. അതേക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നതേയുള്ളൂ. അതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അരങ്ങേറുന്നത്. ഇന്ത്യൻ മണ്ണിൽ കയറി പാക് ഭീകരർ 26 നിരപരാധികളായ അമുസ്ലിമുകളുടെ ജീവൻ എടുത്ത ഭീകരത. ഈ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൃത്യമായ തിരിച്ചടി നൽകി. പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അടിച്ച് പാക് ഭീകരരെ മാത്രമല്ല പാക് സേനയെ തന്നെ കുഴപ്പത്തിലാക്കി. അവിടെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ അഭയം തേടിയത് ട്രംപിന്റെ കാൽക്കലാണ്. ട്രംപ് ചാടിയിറങ്ങി യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വലിച്ചു നീട്ടുന്നതിനേക്കാൾ നല്ലത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷമുള്ള കൃത്യമായി പിൻവാങ്ങലായതുകൊണ്ട് അവസാനിപ്പിച്ചു. എന്നാൽ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി അന്ന് മുതൽ ട്രംപ് നിറഞ്ഞു നിൽക്കുന്നു. വാസ്തവത്തിൽ ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട്. ട്രംപിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നോബൽ സമ്മാനം സമാധാനത്തിനുള്ളത് കിട്ടുക എന്നതാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി തട്ടിക്കൂട്ടണമെന്നത് ട്രംപിന്റെ പ്രഖ്യാപിത സ്വപ്നമാണ്. ആദ്യ ഭരണത്തിൽ വന്നപ്പോൾ ട്രംപ് പരിശ്രമിച്ചത് ഉത്തര കൊറിയയുമായുള്ള പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു. ഉത്തര കൊറിയ ഒറ്റപ്പെട്ട് കഴിയുന്ന ലോകത്തോടൊരു ബന്ധവും കാത്തു സൂക്ഷിക്കാത്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ട്രംപും കിമ്മും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയ വാർത്തയായി. പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. ആ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് വേണ്ടി തന്റെ പേര് ശുപാർശ ചെയ്യണം എന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയോട് ട്രംപ് ആവശ്യപ്പെട്ടത് അക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ട്രംപിന്റെ സ്വപ്നം വെറുതെയായി. ട്രംപിനെ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചു പോലുമില്ല. ഇത്തവണയെങ്കിലും നോബൽ സമ്മാനം നേടി തന്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർക്കണമെന്ന് ട്രംപിന് വല്ലാത്ത മോഹമാണ്. അധികാരത്തിലെത്തിയ ആദ്യ ദിവസം മുതൽ ട്രംപ് പരിശ്രമിക്കുന്നത് അതാണ്. അതിനുവേണ്ടിയാണ് യുക്രൈന്റെ താല്പര്യം പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി റഷ്യയുമായി ചർച്ചയ്ക്കിറങ്ങിയത്. റഷ്യയും യുക്രൈനെയും ഒരുമിപ്പിച്ച് യുദ്ധാന്തരീക്ഷത്തിൽ അയവ് വരുത്തി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടാനായിരുന്നു ട്രംപിന്റെ നീക്കം. യുക്രൈനെ ചതിച്ചിട്ടും ട്രംപിന്റെ സ്വപ്നം സഫലമായില്ല. വ്ളാഡിമിർ പുടിൻ ചതിച്ചു. യുദ്ധം മുറുകി. അങ്ങനെ നിരാശനായിരുന്ന ട്രംപിന്റെ മുമ്പിലേക്ക് വന്ന അടുത്ത അവസരമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെ തീർക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് ട്രംപിന് അറിയാത്തത് കൊണ്ടല്ല. ആ ആപത്തിൽ ചാടിയിറങ്ങിയത് ട്രംപ് ഏറെ ഇഷ്ടപ്പെടുന്ന പാകിസ്ഥാനെ സഹായിക്കാനാണ്. അതിന് പേരിൽ ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം. ആ നോബൽ സമ്മാനം കിട്ടുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ട്രംപ് ഇന്ത്യയെ ചതിച്ചതും ആ ചതി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും.